മനുഷ്യർ തമ്മിലുള്ള ബന്ധങ്ങൾ വളരെ പ്രധാനമാണ്. വിശേഷിച്ചും മാതാപിതാക്കളും മക്കളും തമ്മിലുള്ള ബന്ധം. പ്രവാചകൻ മുഹമ്മദിന്റെ പിതാവ് നേരത്തെ തന്നെ മരണപ്പെട്ടു പോകുന്നുണ്ട്. പിതാവിന്റെ പിതാവ് മരണപ്പെട്ടതിൽ പിന്നെ മുഹമ്മദിന് ഏക ആശ്വാസം അദ്ദേഹത്തിന്റെ പിതാവിന്റെ സഹോദരൻ അബൂ താലിബാണ്. അബൂ താലിബും മരണപ്പെടുകയാണ്. അബൂ താലിബിന്റെ മകനാണ് അലി. അലി പക്ഷേ നേരത്തെ തന്നെ ഇസ്ലാം മതം സ്വീകരിച്ചിട്ടുണ്ട്. എന്നാൽ അബൂ താലിബിന്റെ മരണത്തിന് തൊട്ടു മുന്നേ പ്രവാചകൻ മുഹമ്മദ് ചെന്ന് അദ്ദേഹത്തെ കാണുന്നുണ്ട്. പക്ഷേ അദ്ദേഹം ഇസ്ലാം മതം സ്വീകരിച്ചില്ല. അങ്ങനെ മുസ്ലിം ആവാതെയാണ് അബൂ താലിബ് മരണപ്പെടുന്നത്. അബൂ താലിബിന്റെ ഭൗതിക ശരീരം സംസ്കരിക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രവാചകൻ മുഹമ്മദ് അലിയെ അങ്ങോട്ട് പറഞ്ഞയക്കുന്നുണ്ട്. അപ്പോ അലിക്കൊരു സംശയം, അല്ല, അദ്ദേഹം ഇസ്ലാം മതം സ്വീകരിച്ചിട്ടില്ലല്ലോ, അദ്ദേഹം ഭൗതിക വിശ്വാസിയല്ലേ, അദ്ദേഹം കാഫിറല്ലേ, അദ്ദേഹം മുശ്രിക്കല്ലേ? അതിന് പ്രവാചകൻ മുഹമ്മദ് കൊടുക്കുന്ന ഒരു മറുപടിയുണ്ട്, അദ്ദേഹം നിന്റെ ബാപ്പയാണ് എന്നതാണ്. മതം, ആചാരങ്ങൾ, വിശ്വാസങ്ങൾ ഇതൊക്കെ മനുഷ്യന് വളരെ പ്രധാനപ്പെട്ടതാണ്. എന്നാൽ മനുഷ്യർ തമ്മിലുള്ള ബന്ധങ്ങൾ അതിനെയൊക്കെ മറികടന്ന് നിൽക്കുന്നു എന്നാണ് പ്രവാചകന്റെ പാഠം. വിശുദ്ധ ഖുർആനിൽ നിങ്ങൾ നിങ്ങളുടെ മാതാപിതാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്ന് വളരെ ഗൗരവത്തിലാണ് പറയുന്നത്. നിങ്ങൾ നിങ്ങളുടെ മാതാപിതാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. നിങ്ങൾ നിങ്ങളുടെ മാതാപിതാക്കളോട് ഛേ എന്ന് പോലും പറയരുത് എന്നാണ് ഖുർആൻ പറയുന്നത്. അല്ലാതെ നിങ്ങൾ നിങ്ങളുടെ മുസ്ലിങ്ങളായ മാതാപിതാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്നല്ല. നിങ്ങൾ നിങ്ങളുടെ മുസ്ലിങ്ങളായ മാതാപിതാക്കളോട് ഛേ എന്ന് പറയരുത് എന്നല്ല. എന്തല്ലേ, മാതാപിതാക്കള് അതെന്നും നമ്മുടേതാണ്, എപ്പോഴാണെങ്കിലും എങ്ങനെയാണെങ്കിലും.